ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായ കടുത്ത ക്ഷീണമാണ് അജിത് പവാർ നേരിടുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷ എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. 4 സീറ്റ് എൻ ഡി എയുടെ ഭാഗമായി ചോദിച്ചു മേടിച്ച് ഒരു സീറ്റിൽ മാത്രമാണ് ജയിച്ചത്. എന്നാൽ അജിത് പവാറിൻ്റെ വിശ്വസ്തനായ പ്രഫുൽ പട്ടേലിന് കേന്ദ്ര ക്യാബിനറ്റ് സ്ഥാനം കിട്ടാതെ NCP എന്ന് പറയുന്നത് കരിവേപ്പല പോലെ വലിച്ചെറിയേണ്ട ഒരു സാധനമാണ് എന്ന് BJP കൃത്യമായി തന്നെ അവരോട് പറഞ്ഞു വച്ചിരിക്കുന്ന ഈ ഒരു വേളയിൽ അജിത് പവാറിൻ്റെ അനുകൂലികൾ അദ്ദേഹത്തിനോട് ബൈ പറഞ്ഞുകൊണ്ട് വീണ്ടും ശരത് പവാർ വിഭാഗത്തിലേക്ക് ചേക്കേറാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അജിത് പവാറിന് എല്ലാ രീതിയിലും പട നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഇനി ശരത് പവാറിൻ്റെ പാർട്ടിയിലേക്ക് പോയാൽ തന്നെ ഏത് രീതിയിൽ എങ്ങനെയൊക്കെയാണ് അത് ശ്രമിക്കുക? ചിഹ്നം, അതായത് ഘടികാരം എന്ന ഔദ്യോഗിക ചിഹ്നവും പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനമാനങ്ങളും എല്ലാം നേടിയെടുത്തു. നിയമ പോരാട്ടം വഴി എല്ലാം തൻ്റെ പക്കലേക്ക് എത്തി എന്ന് അഹങ്കരിച്ച അജിത് പവാറിന് ജനങ്ങൾ കൊടുത്തത് ചുട്ട മറുപടിയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം മാത്രമല്ല, ഘടകകക്ഷികൾ നോക്കി ചിരിക്കുകയാണ്. ഇളിഭ്യനായി നിൽക്കുന്ന അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥ തന്നെയാണ്. ഫഡ്നാവിസ് നേരത്തെ തന്നെ ചൊല്ലിട്ടു. അജിത് പവാറിന് എന്തേ നാണമില്ലേ എന്ന വലിയ ചോദ്യം ഇപ്പോൾ ചോദിക്കപ്പെടുകയാണ്. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, അജിത് പവാറിന് ഇനി നിയമസഭയിൽ ഒരു പ്രതീക്ഷയില്ല, ഒരു ഭാവിയില്ല എന്നുള്ളത് കൂടെ നിൽക്കുന്ന കൂട്ടാളികൾ തന്നെ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ശരത് പവാറിലേക്ക് പോകുന്നത്. യഥാർത്ഥ NCP എന്നത് കോടതി വഴി ചിഹ്നവും സ്ഥാനമാനങ്ങളും നേടിയതുകൊണ്ട് കാര്യമില്ല. ജനമനസ്സുകളിൽ ഇപ്പോഴും ശരത് പവാർ തന്നെയെന്ന് ബോധ്യപ്പെടുത്തുന്ന ലോക്സഭാ പോരാട്ടമായിരുന്നു നടന്നത്. മത്സരിച്ച സീറ്റുകളിൽ വെന്നിക്കൊടി പാറിക്കാൻ ശരത് പവാറിന് കഴിഞ്ഞു. 10 സീറ്റുകളെ മത്സരിച്ചുള്ളെങ്കിൽ അതിൽ 8 മിന്നുന്ന വിജയം. ബാരാമതിയിൽ സുപ്രിയ സുലെ ഇപ്പോൾ തോൽപ്പിച്ച് കളയുമെന്നും പറഞ്ഞ് അജിത് പവാറിൻ്റെ പത്നി ഇറങ്ങി. അവർ 8 നിലയിൽ പൊട്ടി. ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അജിത് പവാറിനെ എങ്ങനെയെങ്കിലും ഒന്നെങ്കിൽ BJPയുടെ ഔദ്യോഗിക പക്ഷത്തേക്ക് ലയിപ്പിക്കുക, അല്ലെങ്കിൽ കറിവേപ്പല പോലെ തൂക്കിയെടുത്തെറിയുക. ഇതാണ് BJPയുടെ മുമ്പിലെ ഒരേ ഒരു ഓപ്ഷൻ. അല്ലാതെ NCPക്ക് ഒരു സീറ്റ് നൽകണ്ട എന്ന പിടിവാശിയിൽ BJP നിൽക്കുമ്പോൾ അജിത് പവാറിന് പോകാനൊരു ഓപ്ഷൻ ഇല്ലാതെ ഇനി കോൺഗ്രസേ ഉള്ളൂ ശരണം എന്ന രീതിയിലേക്കാണ്. BJPയിൽ പോകുന്നേക്കാൾ ഭേദം കോൺഗ്രസിലേക്ക് വന്ന് തൻ്റെ പാർട്ടിയെ ലയിപ്പിക്കാം എന്നുള്ള ശ്രദ്ധേയമായിട്ടുള്ള തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അനുമാനം. അണികളിൽ നിന്നുള്ള വർത്തമാനവും ആ വിധത്തിൽ തന്നെയാണ്. ഒരു വമ്പ ട്വിസ്റ്റ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അതിൻ്റെ നീക്കുപോക്കുകൾ, അരയൊലികളാണ് ഇപ്പോൾ നടക്കുന്നത്. അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഡു ഓർ ഡൈ മാച്ച് എന്നുള്ള രീതിയിലാണ്. അതായത് ഇനി ഒന്നുകിൽ ലയനം BJPയുമായി, അതല്ലെങ്കിൽ കോൺഗ്രസുമായി, രണ്ടിലൊന്ന് നിശ്ചയിക്കൂ എന്ന രീതിയാണ്. അജിത് പവാറിൻ്റെ അനുകൂലികൾ കോൺഗ്രസിലേക്ക് ചേക്കാറാൻ ഇപ്പോഴേ നാനാ പട്ടോളയുമായി ആലോചിച്ച് നിൽക്കുകയാണ് എന്നുള്ള സംസാരമുണ്ട്. അതിനിടയിൽ അജിത് പവാർ ഒറ്റയ്ക്ക് നടന്നു നീങ്ങി BJPയിലേക്ക് ചേക്കാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.